Hello, dear students and parents. Welcome back to Test Europe Edunet and PMTV Study in Europe. I am Dr. Titi Varghese, official educational consultant for Indian students studying Lithuanian public and private universities. This video is going to be in Malayalam language. Dear students and parents, welcome back to Test Europe Edunet and PMTV Study in Europe. ഞാൻ ഡോക്ടർ ടി ടി വർഗീസ്, ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ടു സ്റ്റഡി ഇൻ ലിത്വേനിയൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. 2026 സെപ്റ്റംബർ 1 മുതൽ ലിത്വേനിയയിലെ വിവിധ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പേരൻസും ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എൻ്റെ സ്റ്റുഡൻസ് ഇപ്പോൾ പല യൂണിവേഴ്സിറ്റീസിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിഷൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ചില കുട്ടികൾക്ക് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻ്റർവ്യൂവിൻ്റെ പ്രൊസീജിയറുകൾ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും പഠിക്കുവാനായിട്ട് മിനിമം നമുക്ക് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു 60-62% മാർക്ക് നിങ്ങൾക്ക് +2 തലത്തിലുണ്ടായിരിക്കണം. മാസ്റ്റേഴ്സ് പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഒരു 63-65% മാർക്ക് ഡിഗ്രി തലത്തിലുണ്ടായിരിക്കണം. ഡിഗ്രി 4 വർഷത്തെ ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. അതേപോലെ തന്നെ മിക്ക യൂണിവേഴ്സിറ്റീസും IELTS അല്ലെങ്കിൽ TOEFL അതല്ല എന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഡുവോലിംഗോ എക്സാംസ് ചോദിക്കുന്നുണ്ട്. അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസ് ഉണ്ടായിരിക്കണം. യൂണിവേഴ്സിറ്റികളും നിങ്ങളും തമ്മിൽ മോട്ടിവേഷൻ ഇൻ്റർവ്യൂ ഉണ്ട്. പ്ലസ് നമ്മൾ TRP വിസയല്ല, TRP ആണ്. 2026 സെപ്റ്റംബർ 1 ക്ലാസ് തുടങ്ങണമെങ്കിൽ നിങ്ങളൊരു ഓഗസ്റ്റ് അവസാനമെങ്കിലും അവിടെ എത്തണം. TRP ആ ഒരു സ്റ്റേജ് ഇറ്റ് വിൽ ടേക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 6 to 7 months ടൈം എടുക്കും ഈ ഓവറോൾ പ്രൊസീജിയർ ചെയ്ത് നിങ്ങളവിടെ സേഫായിട്ട് എത്തുന്നതിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് TRP ചെയ്യുന്ന സമയത്തും, അതായത് ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് 2 വർഷത്തേക്കാണ് ഇനീഷ്യലി നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ TRP ചെയ്യുന്ന സമയത്തും മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്ന് നിങ്ങൾ സ്റ്റുഡൻസിന് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനത്തെ നിരവധിയായിട്ടുള്ള പ്രൊസീജിയറുകൾ കഴിഞ്ഞിട്ടാണ് എല്ലാ വിദ്യാർത്ഥികളും അവിടെ സ്റ്റഡീസിന് വേണ്ടി എത്തുന്നത്. 1 വർഷത്തെ സ്റ്റേ ബാക്കാണ് നിങ്ങൾക്കുള്ളത്. നന്നായിട്ട് പഠിക്കുന്ന, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, ലാംഗ്വേജ് പ്രൊഫഷൻസി ഉള്ള, സീരിയസ് ആയിട്ട് സ്റ്റഡി പർപ്പസിന് വേണ്ടി നോക്കുന്ന സ്റ്റുഡൻസ് ദയവായിട്ട് താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെയോ വിഷ്ണു സാറിനെയോ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, 40 മണിക്കൂർ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ പാർട്ട് ടൈം ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പാർട്ട് ടൈം ഞാൻ പ്രൊമോഷൻ കൊടുക്കത്തില്ല, കാരണം നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഒരു ലീഗൽ വശം പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികൾ സ്റ്റുഡൻസിനെ ടെർമിനേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നാട്ടിൽ വന്ന് തിരിച്ച് കയറി പോകുക എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ടാസ്ക് ആണ്. സോ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ജെനുവിൻ സ്റ്റുഡൻസ് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. ഞാനും യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽസും തമ്മിലുള്ള നിരവധിയായിട്ടുള്ള ഇൻ്റർവ്യൂസ് ടെസ്റ്റ് യൂറോപ്പ് എഡ്യൂനെറ്റിൻ്റെയും PMTV സ്റ്റഡി ഇൻ യൂറോപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വർഷങ്ങൾ മുമ്പ് മുതലുള്ള ഇൻ്റർവ്യൂസും സ്കോളർഷിപ്പിനെ പറ്റിയും അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥയെ പറ്റിയും പാർട്ട് ടൈമിനെ പറ്റിയും ഒക്കെ തന്നെയും കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസും യൂണിവേഴ്സിറ്റികളുടെ അപ്ഡേറ്റും കറക്റ്റ് കാര്യങ്ങളും നിങ്ങൾ പേരൻസും സ്റ്റുഡൻസും അത് കണ്ട് മനസ്സിലാക്കി പോകുക. വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. തരുന്ന ഇൻഫർമേഷന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, സീരിയസ് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടി നോക്കുന്ന കുട്ടികൾ മാത്രം ദയവായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതല്ല നിങ്ങൾ മൈഗ്രേഷൻ പർപ്പസാണ് നോക്കുന്നതെങ്കിൽ ഒന്നെങ്കിലും മറ്റേതെങ്കിലും ഒരു കൺസൾട്ടൻസിനെ നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ രാജ്യത്തിലേക്ക് നോക്കുക. കാര്യം ഓരോ വർഷം കഴിയും തോറും യൂണിവേഴ്സിറ്റികളും അതുകൂടാതെ തന്നെ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം കുട്ടികൾക്ക് പൊതുവേ ഉള്ളൊരു ടെൻഡൻസിയാണ് സ്റ്റഡി പർപ്പസിന് വന്നിട്ട് പഠിക്കാതെ പാർട്ട് ടൈം ജോലി ചെയ്ത് നടക്കുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉള്ളതിനാൽ തന്നെ യൂണിവേഴ്സിറ്റികളും സ്റ്റുഡൻസും ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജെനുവിനായിട്ട് പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. സ്കോളർഷിപ്പിൻ്റെ വിവരങ്ങളെപ്പറ്റി ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. യൂണിവേഴ്സിറ്റികൾ പലപ്പോഴായിട്ട് ഞാനുമായിട്ടുള്ള ഇൻ്റർവ്യൂ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ സെമസ്റ്റർ വൈസ് ഫണ്ടിങ് ഉണ്ട്. അതുകൂടാതെ ഇറാസ്മസ് എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയൻ്റെ സ്കോളർഷിപ്പ് ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഒരു സെമസ്റ്റർ പഠിക്കാം, ഒരു സെമസ്റ്റർ ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. അപ്പോൾ പഠിക്കാൻ പോകുന്നതിൻ്റെ സ്കോളർഷിപ്പ് പെർ മന്ത്ലി നിങ്ങൾക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന ഒരു എമൗണ്ടാണ്. ഇൻറ്റേൺഷിപ്പിൻ്റെ ഇങ്ങോട്ട് ലഭിക്കുന്നത് വേറൊരു വലിയ എമൗണ്ടാണ്. അങ്ങനത്തെ നിരവധിയായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻ്റർവ്യൂസിലൊക്കെ നൽകിയിട്ടുണ്ട്. മിക്ക യൂണിവേഴ്സിറ്റികൾക്കും എന്തുണ്ട്, ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾ പുറത്ത് അക്കോമഡേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് തനിയെ കുക്ക് ചെയ്ത് നമ്മളുടെ ബസ് ടിക്കറ്റൊക്കെ 50% ആണ് സ്റ്റുഡൻസിന് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ 2026 ഇതിപ്പം
ഫെബ്രുവരി 22-ാം തീയതിയാണ്. അപ്പം ഈ ഒരു സമയത്തേക്ക് ഒരു ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 28,000 32,000 ഒക്കെ നമ്മൾ പെർ മന്ത് ലിവിങ് കോസ്റ്റ് ഒരുപക്ഷെ കാണേണ്ടതായിട്ട് വരും. കാരണം ഓരോ വർഷം കഴിയുന്തോറും സാധനങ്ങളുടെ പ്രൈസ് കയറുന്നുണ്ട്, റെൻറ്റ് കയറുന്നുണ്ട്, അപ്പം നിങ്ങളുടെ ലിവിങ് കോസ്റ്റും കയറുന്നുണ്ട്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് കേസാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും പുറത്തുനിന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ പുറത്ത് പോവുക, ക്ലബ്ബിൽ പോവുക, അങ്ങനെയൊക്കെ പൈസ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അത് ഒരുപാടാകും. അപ്പം ഞാൻ പഠിക്കുന്ന കുട്ടി, അതുകൂടാതെ തന്നെ നമ്മൾ തനിയെ കുക്ക് ചെയ്തൊക്കെ കഴിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കേസാണ് ഈ പറഞ്ഞത്. ഓരോ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചും എഗെയിൻ അതിൽ വേരിയേഷൻസ് ഉണ്ട്. വിവിധ തരത്തിലെ ഷോപ്സുകളുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ലുലു അല്ലെങ്കിൽ മറ്റുള്ള ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ പോലെയുള്ള സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റൊക്കെ അവിടെയുണ്ട്. നിങ്ങൾ പോകുന്നത് സെപ്റ്റംബർ മാസമാണെന്ന് പറഞ്ഞാൽ ഓട്ടം സമയമാണ്. ഞാനിപ്പോൾ നാട്ടിലുണ്ട്. ഓട്ടം സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ ആ മഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു 2-3 മാസത്തെ സമയമാണ്. ഇപ്പോൾ അവിടെ നല്ല മഞ്ഞാണ്, ഈ വർഷം നല്ല മഞ്ഞാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് വിൻ്റർ ക്ലോത്ത്സും കാര്യങ്ങളും ഒക്കെ കുറച്ചൊക്കെ എടുക്കാം, ബാക്കിയുള്ളതൊക്കെ അവിടുന്ന് ചെന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരാം. ഞാൻ നമ്മുടെ ടീമൊക്കെ വർഷങ്ങളായിട്ട് സ്റ്റുഡൻസും യൂണിവേഴ്സിറ്റിയായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് സബ് ഏജൻസ് ഇല്ല, അതല്ലെങ്കിൽ വേറെ ബ്രാഞ്ചസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. യൂണിവേഴ്സിറ്റികളുടെയൊക്കെ തന്നെയും വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. സ്റ്റഡി പർപ്പസിന് വേണ്ടിയുള്ള സ്റ്റുഡൻസും പേരൻസും ആയിരിക്കണം പ്രധാനമായിട്ടും. പാർട്ട് ടൈം നിങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. അപ്പോൾ അടുത്ത ഏതൊക്കെ കോഴ്സസ് ആണ് നമുക്ക് അവൈലബിൾ ആകുന്നത് എന്നുള്ളതിനെപ്പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.